ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് സേമിയ പുഡിങ്ങാണ്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കസ്റ്റാർഡ് സേമിയ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 1 സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5-8 കാഷ്യും 5-8 ബദാമും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഈ ഗീയിൽ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലോണം തിന്നായിട്ടുള്ള സേമിയാണ്. ഇത് കൈവച്ച് തന്നെ നല്ലോണം പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഗീയിൽ നല്ലോണം വറുത്തെടുക്കാം. കുറച്ചൊന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 1/4 കപ്പോളം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പാലിൽ തന്നെ ഇത് വെന്ത് കിട്ടും. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു 6 സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1/4 കപ്പോളം ഒഴിച്ച് കൊടുക്കാം. ഒരു 4-5 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ കപ്പിൽ കുറച്ച് തണുത്ത പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് നല്ലോണം കലക്കിയെടുക്കാം. അപ്പോൾ ഈ പാൽ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കലക്കിയ കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ള് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പുഡിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇട്ട് ഇതിൽ കാണുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ ഈ കസ്റ്റാർഡ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ബാക്കി വന്ന സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചൊരു സേമിയ ഞാൻ സൈഡ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനും ഇട്ട് കൊടുത്ത് ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ ബാക്കി വന്ന കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി, ഇതിൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രശ്നമില്ല. അപ്പോൾ സ്പൂൺ വെച്ച് ഇതൊന്ന് ലെവലാക്കി എടുക്കാം. കസ്റ്റാർഡ് വടിച്ച് സൈഡിലൊക്കെ ഉള്ളത് ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനാക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ മാറ്റി വെച്ച സേമിയ ഇതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് സേമിയ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.